പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പൊളിറ്റിക്കൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ചാപ്റ്ററിൻ്റെ പേര് ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ, ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ്. ഈ ചാപ്റ്ററിൽ പ്രധാനമായും പഠിക്കാനുള്ളത് ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളെ രൂപപ്പെടുത്തിയ അന്തർദേശീയവും ദേശീയവുമായ സാഹചര്യങ്ങൾ, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ തത്വങ്ങൾ, ചൈനയോടും പാകിസ്ഥാനോടുമുള്ള ഇന്ത്യയുടെ ബന്ധങ്ങളുടെ ചരിത്രം, അതുപോലെ ഇന്ത്യയുടെ ആണവ നയത്തിൻ്റെ വികാസം. ഇതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഉണ്ടായിരുന്ന ദേശീയ അന്തർദേശീയ സാഹചര്യങ്ങൾ നമ്മുടെ വിദേശ ബന്ധം രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. അന്ന് നിലനിന്നിരുന്ന ദേശീയവും അന്തർദേശീയവുമായ സാഹചര്യങ്ങളിൽ പ്രധാനമായും താഴെ പറയുന്നവയാണ്. 2ാം ലോക മഹായുദ്ധം അവസാനിച്ചു. യുദ്ധത്തിന് ശേഷമുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഐക്യരാഷ്ട്രസഭ എന്ന പുതിയ അന്താരാഷ്ട്ര സംഘടന സ്ഥാപിതമായി. കോളനി വാഴ്ചയുടെയും അന്ത്യവും പുത്തൻ സ്വതന്ത്ര രാജ്യങ്ങളുടെ രൂപീകരണവും, ശീതസമരത്തിൻ്റെ ആരംഭം, ഇന്ത്യയുടെ വിഭജനവും, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ എന്നിവയെല്ലാമായിരുന്നു അന്ന് നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ചേരിചേരാ നയം. 2ാം ലോക മഹായുദ്ധ ശേഷം നമുക്കറിയാം, ലോകം 2 ചേരികളിലായി. ഒന്ന് അമേരിക്കൻ ചേരി, മറ്റൊന്ന് സോവിയറ്റ് യൂണിയൻ. ഈ 2 ചേരികളിലും ലോകരാജ്യങ്ങൾ അണിനിരന്നപ്പോൾ ഇന്ത്യ അതിൽ നിന്ന് വ്യത്യസ്തമായി ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചു. 2 ചേരിയിൽ നിൽക്കാതെ സ്വതന്ത്രമായി നിൽക്കാനാണ് ഇന്ത്യ അന്ന് ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായി നമ്മൾ ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കുകയും ചെയ്തു. ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ശില്പികളിൽ ഒരാളായാണ് നെഹ്റു അറിയപ്പെടുന്നത്. വിദേശ നാണ്യ അല്ലെങ്കിൽ വിദേശ നയരൂപീകരണത്തിൽ നെഹ്റുവിൻ്റെ പങ്ക്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി. ഇന്ത്യൻ വിദേശ നയം രൂപീകരിക്കുന്ന സമയത്ത് നെഹ്റു പ്രധാനമായും പ്രാധാന്യം നൽകിയ 3 ഘടകങ്ങളായിരുന്നു. 1, രാജ്യത്തിൻ്റെ പരമാധികാരം കാത്തുസൂക്ഷിക്കുക. 2, രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കുക. 3, സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കുക. ഈ 3 ഘടകങ്ങൾ ഊന്നിയായിരുന്നു ജവഹർലാൽ നെഹ്റു വിദേശ നയം രൂപീകരിച്ചത്. ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാനുള്ള സാഹചര്യം. ആഫ്രോ-ഏഷ്യൻ ഐക്യം. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അതിനെ ഇന്ത്യ അംഗീകരിക്കുകയും ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഫലമായി 1955 ഇന്തോനേഷ്യയിലെ ബന്ധു നഗരത്തിൽ ചേർന്ന ആഫ്രോ-ഏഷ്യൻ സമ്മേളനത്തിലാണ് നമ്മുടെ ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ പ്രാധാന്യമുള്ള അറിയപ്പെടുന്ന ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. 1961 ബെൽഗ്രേഡിൽ സ്ഥാപിതമായ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഈ ചേരിചേരാ പ്രസ്ഥാനം രൂപീകരണത്തിന് വേണ്ടി നടന്ന ആദ്യത്തെ സമ്മേളനം ബന്ധുങ് സമ്മേളനം 1955. എന്നാൽ ചേരിചേരാ പ്രസ്ഥാനം ഔദ്യോഗികമായി നിലനിൽ വന്ന വർഷം 1961 ബെൽഗ്രേഡിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച്. അത് പ്രത്യേകം ഓർമ്മിക്കുക. ചൈനയുമായുള്ള സംഘർഷവും സമാധാനവും. നമ്മുടെ അയൽരാജ്യമാണ് ചൈന. 1949 കമ്മ്യൂണിസ്റ്റ് ചൈന നിലവിൽ വരികയും ചൈനയെ ആ കാലത്ത് തന്നെ ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ ചൈന ബന്ധത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു നയമായിരുന്നു, അല്ലെങ്കിൽ ഒരു ട്രീറ്റിയായിരുന്നു പഞ്ചശീല തത്വങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, ചൈന
നേതൃത്വം നൽകിയ നേതാക്കന്മാർ ജവഹർലാൽ നെഹ്റു, ചൈനയുടെ പ്രസിഡന്റ് ചൗലായി 1954 പ്രത്യേകം ഓർമ്മിക്കുക. ഈ ഒരു പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചതിൻ്റെ ഫലമായി ഇന്ത്യ ചൈന ബന്ധം നല്ല രീതിയിൽ തുടർന്നു പോയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ചില നീക്കങ്ങളായിരുന്നു. എന്തായിരുന്നു ഇന്ത്യ ചൈന ബന്ധം വഷളാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ? ആ പ്രധാനപ്പെട്ട കാരണങ്ങൾ രണ്ടാണ്. ഒന്ന് ടിബറ്റൻ പ്രശ്നം, രണ്ട് അതിർത്തി പ്രശ്നം. ഒന്ന് ടിബറ്റൻ പ്രശ്നം, രണ്ട് അതിർത്തി പ്രശ്നം. എന്തായിരുന്നു ടിബറ്റൻ പ്രശ്നം? ചൈനീസ് അധിനിവേശത്തിനെതിരെ ടിബറ്റൻ ജനത പോരാടുകയും ആ പോരാട്ടത്തിൽ ചൈനീസ് പട്ടാളം ടിബറ്റിൽ അങ്ങേയറ്റം അക്രമങ്ങൾ അഴിച്ചുവിട്ടതിൻ്റെ ഫലമായി ഇന്ത്യക്ക് അതിൽ ഇടപെടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യ പഞ്ചശീല തത്വങ്ങൾ ചൈന നിരാകരിക്കുന്നു എന്ന് ഉന്നയിക്കുകയും അതിൻ്റെ ഫലമായി അന്ന് ടിബറ്റിലെ ഒരു ആത്മീയ നേതാവായ ദലൈലാമ ഇന്ത്യയിൽ അഭയം പ്രാപിക്കുന്നു. ഇന്ത്യയിൽ അഭയം പ്രാപിക്കുന്ന ദലൈലാമയെ ഇന്ത്യ സംരക്ഷിച്ചതിൻ്റെ ഫലമായിട്ടായിരുന്നു ചൈനയുമായുള്ള ബന്ധം വഷളാവാൻ തുടങ്ങിയത്. ഇത് ഇന്ത്യ ചൈന യുദ്ധത്തിന് കാരണമായിട്ട് മാറുന്നു. എന്തായിരുന്നു അതിർത്തി തർക്കം? ബ്രിട്ടീഷ് ഭരണകാലത്ത് തയ്യാറാക്കിയ ഇന്ത്യ ചൈന അതിർത്തി രേഖയായ മക്മോഹൻ ലൈൻ അത് അംഗീകരിക്കാൻ ചൈന വിസമ്മതിച്ചു. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ ലഡാക്ക് മേഖലയിലെ അക്സായിച്ചിൻ പ്രദേശവും നേഫ എന്നറിയപ്പെടുന്ന ഇന്നത്തെ അരുണാചൽ പ്രദേശവും വിട്ടുകിട്ടണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. പക്ഷേ ഇന്ത്യ അത് അംഗീകരിക്കാതിരിക്കുകയും അതിനെതിരെ ചൈന അക്രമം അഴിച്ചുവിടുകയും അത് ഇന്ത്യ ചൈന യുദ്ധത്തിന് കാരണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 1962 ഇന്ത്യ ചൈന യുദ്ധം, അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ഇവിടെ പ്രതിപാദിക്കാം. 1962 ഒക്ടോബറിൽ അക്സായിച്ചിൻ പ്രദേശവും അരുണാചൽ പ്രദേശവും ചൈന ആക്രമിച്ചു. ലഡാക്കിലെ ആക്രമണത്തെ തടയുന്നതിൽ വിജയിച്ച ഇന്ത്യൻ സൈന്യം അരുണാചൽ പ്രദേശിൽ ചൈനീസ് പട്ടാളത്തെ തടയുന്നതിൽ പരാജയപ്പെട്ടു. 1962 ഡിസംബറിൽ ചൈന ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. 1962 യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഒന്ന്, രാജ്യത്തിനകത്തും പുറത്തും ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റു. അതുപോലെ തന്നെ ദേശീയത ശക്തിപ്പെട്ടു. എല്ലാവരും ഇന്ത്യ ആദ്യമായി നേരിട്ട യുദ്ധം, ചൈനയുമായുള്ള യുദ്ധം, അതിൽ നമ്മുടെ ദേശീയത ഒന്നുകൂടി ശക്തിപ്പെട്ടു. ചില മുതിർന്ന പട്ടാള ഓഫീസർമാർ രാജിവെച്ചു. അതുപോലെ തന്നെ നെഹ്റുവിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റു. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള ആദ്യത്തെ അവിശ്വാസ പ്രമേയം പ്രതിപക്ഷം അവതരിപ്പിക്കപ്പെട്ടു. ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് പരാജയം സമ്മതിക്കേണ്ടി വന്നു. മറ്റൊന്നായിരുന്നു CPI പിളർന്നു CPIM രൂപീകരിക്കപ്പെട്ടു. നാഗാലാൻഡിന് സംസ്ഥാന പദവി ലഭിച്ചു. മണിപ്പൂരിനും ത്രിപുരയ്ക്കും നിയമസഭകൾ അനുവദിക്കപ്പെട്ടു. ഇതെല്ലാമായിരുന്നു ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ. ഇത് ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങളായിട്ട് പോയിന്റുകളായി നമുക്ക് അത് ഉൾപ്പെടുത്തി എഴുതാവുന്നതാണ്. അടുത്തത് പാകിസ്ഥാനുമായുള്ള യുദ്ധവും സമാധാനവും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം കഴിഞ്ഞയുടൻ തന്നെ കാശ്മീർ പ്രശ്നം ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള ബന്ധത്തെ സാരമായി ബാധിച്ചു. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറയാൻ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത് കാശ്മീർ ഇഷ്യൂ. കാശ്മീർ പ്രശ്നമാണ് ഇന്നും അന്നും ഇന്ത്യയും പാകിസ്ഥാനുമുള്ള തർക്കത്തിനും അല്ലെങ്കിൽ അക്രമത്തിന് അല്ലെങ്കിൽ യുദ്ധത്തിന് കാരണം. കാശ്മീർ പ്രശ്നത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ വരികയുണ്ടായി. കാശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും ഇരു രാജ്യങ്ങൾക്കിടയിൽ സഹകരണത്തിന് ചില മേഖലകൾ ഉണ്ടായിരുന്നു. പക്ഷേ കാശ്മീർ ഇഷ്യൂ അല്ലെങ്കിൽ കാശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടാതെ, കാശ്മീർ പ്രശ്നമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് കാരണമെങ്കിലും അത് പരിഹരിക്കപ്പെടാതെ പോയെങ്കിൽ പോലും സഹകരണത്തിൻ്റെ ചില മേഖലകൾ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുണ്ടായിരുന്നു. അതിൽ ഒന്ന്, വിഭജനകാലത്ത് തട്ടിക്കൊണ്ടുപോകപ്പെട്ട സ്ത്രീകളെ സ്വന്തം ഭവനങ്ങളിലേക്ക് തിരിച്ചു അയക്കുന്നതിൽ രണ്ട് രാജ്യങ്ങളും സഹകരിച്ചു. അതുപോലെ തന്നെ സിന്ധു നദീജല കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇതെല്ലാം ഇന്ത്യയും പാകിസ്ഥാനുമുള്ള ചില സഹകരണ മേഖലകളായിരുന്നു.
1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. 1965 ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിലും ജമ്മു കാശ്മീരിലും പാകിസ്ഥാൻ സൈനികാക്രമണം നടത്തി. തിരിച്ചാക്രമിച്ച ഇന്ത്യൻ സൈന്യം ലാഹോറിനടുത്തുവരെ എത്തി. പാകിസ്ഥാനിലെ ഏറ്റവും പകുതി ഭാഗത്തോളം ഇന്ത്യ എത്തിച്ചേർന്നു. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിനെ തുടർന്ന് യുദ്ധം അവസാനിക്കുകയും 1966 ജനുവരി 10 ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അയൂബ് ഖാനും ചേർന്ന് താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ചു. എന്നാണ് താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ച വർഷം? 1966. ഒപ്പുവെച്ച നേതാക്കന്മാർ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അയൂബ് ഖാനും. അപ്പോൾ താഷ്കൻഡ് കരാറ് പ്രത്യേകം ഓർമ്മിക്കുക, വർഷം ഓർമ്മിക്കുക, ഒപ്പുവെച്ച നേതാക്കന്മാർ ഓർമ്മിക്കുക. 1971 ബംഗ്ലാദേശ് യുദ്ധം. പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിന് മറ്റൊരു ഘടകം അല്ലെങ്കിൽ മറ്റൊരു കാരണമാണ് ഈ പറയാൻ പോകുന്നത്. കിഴക്കൻ പാകിസ്ഥാൻ, ഇന്നത്തെ ബംഗ്ലാദേശ്, കിഴക്കൻ പാകിസ്ഥാൻ എന്ന പേരിലാണ് ഇന്നത്തെ ബംഗ്ലാദേശ് അന്നറിയപ്പെട്ടിരുന്നത്. കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ചേർന്നായിരുന്നു പാകിസ്ഥാൻ. അധികാര സ്ഥാനങ്ങൾ കൈയടക്കി വെച്ചിരുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ നേതാക്കന്മാരും പട്ടാള മേധാവികളും കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളോട് വളരെ വിവേചനപരമായിട്ടാണ് പെരുമാറിയിരുന്നത്. അതായത് കിഴക്കൻ പാകിസ്ഥാനിലെ ആളുകളോട് പടിഞ്ഞാറൻ പാകിസ്ഥാൻ, ഇന്നത്തെ യഥാർത്ഥ പാകിസ്ഥാൻ, ആ ജനത വളരെ വിവേചനപരമായി ആണ് പെരുമാറിയിരുന്നത്. ആ വിവേചനം അവർക്ക് അന്ന് മനസ്സിലായിരുന്നു. അങ്ങനെ 1970 നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി പാകിസ്ഥാനിൽ ഇലക്ഷൻ നടക്കുന്നു. ആ ഇലക്ഷനിൽ കിഴക്കൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടിയായ അവാമി ലീഗ് വളരെ മൃഗീയ ഭൂരിപക്ഷം നേടുന്നു. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി അവർ വിജയിക്കുന്നു. അവാമി ലീഗിൻ്റെ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ വിവേചനപരമായ ഭരണത്തോടുള്ള കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളുടെ പ്രതിഷേധമായിട്ടാണ് അത് ആ വിജയത്തെ കണ്ടത്. കാരണം കിഴക്കൻ പാകിസ്ഥാനിൽ അന്ന് വളരെ ശക്തമായ പാർട്ടിയായിരുന്നു അവാമി ലീഗ്. എന്നാൽ പാകിസ്ഥാനിൽ, പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്നു പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി. ആ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി കിഴക്കൻ പാകിസ്ഥാനിൽ പരാജയപ്പെടുകയും അവാമി ലീഗ് എന്ന പാർട്ടി വളരെ ശക്തമായി അവിടെ വരുന്നു. അവാമി ലീഗിൽ അന്നത്തെ നേതാവായിരുന്നു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ വളരെ ഭൂരിപക്ഷത്തോടുകൂടി കിഴക്കൻ പാകിസ്ഥാനിൽ വിജയിച്ചു വരുന്നു. എന്നാൽ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ ഈ വിജയത്തെ അംഗീകരിക്കാൻ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ജനതയും അതുപോലെ തന്നെ നേതാക്കന്മാരും വിസമ്മതിക്കുന്നു. അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടയുടെ നേതൃത്വത്തിലുള്ള പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ നേതാക്കന്മാർ ഒരിക്കലും ഷെയ്ഖ് മുജീബുർ റഹ്മാനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിനെതിരെ കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ സമരം ആരംഭിക്കുകയും അങ്ങനെ ഷെയ്ഖ് മുജീബുർ റഹ്മാനെ അറസ്റ്റ് ചെയ്ത് പാകിസ്ഥാൻ പട്ടാളം കിഴക്കൻ പാകിസ്ഥാനിൽ ഏറ്റവും വലിയ അക്രമം അഴിച്ചുവിടുന്നു. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും 80 ലക്ഷത്തിലധികം ആളുകൾ ഇന്ത്യൻ അഭയാർത്ഥികളായി എത്തി. ഇന്ത്യയിലേക്ക് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹം വളരെ രൂക്ഷമായി. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഈ പാകിസ്ഥാൻ പ്രശ്നത്തിൽ ഇടപെടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കാരണം ഈ ആളുകളുടെ ഈ 80 ലക്ഷത്തിലധികം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തപ്പോൾ അല്ലെങ്കിൽ കുടിയേറ്റം നടന്നപ്പോൾ അതിൽ ഇടപെടാൻ ഇന്ത്യ നിർബന്ധിതമാവുന്നു. ഈ ഒരു പ്രശ്നമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് കാരണമായിട്ട് മാറുന്നത്. അങ്ങനെ അവർക്ക് ഈ ഇന്ത്യയിൽ പ്രക്ഷോഭകാരികൾക്ക് ആവശ്യമായ സഹായം നൽകുവാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ചൈനയും അമേരിക്കയും പാകിസ്ഥാൻ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ആ സമയത്ത് ഇന്ത്യ സഹായം നേടിയത് സോവിയറ്റ് യൂണിയനായിരുന്നു. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 1971 നടന്നു, ഓർമ്മിക്കുക. അങ്ങനെ ആ യുദ്ധം അവസാനിക്കുന്നത് 1971 ജൂലൈ 3 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടയും ചേർന്ന സിംല കരാറിൽ ഒപ്പുവയ്ക്കുന്നതോടുകൂടിയാണ്. അപ്പോൾ എന്താണ് സുൽഫിക്കർ അലി ഭൂട്ടയും ഇന്ദിരാഗാന്ധിയും ഒപ്പുവയ്ക്കുന്ന സിംല കരാർ? 1972. ഈ രണ്ട് നേതാക്കന്മാരാണ് സിംല കരാറിൽ ഒപ്പുവെച്ചത്. യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തായിരുന്നു? ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടു. അതായത് കിഴക്കൻ പാകിസ്ഥാൻ എന്ന അറിയപ്പെട്ടിരുന്ന കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമായിട്ട് മാറി. രണ്ടാമത്തെ രാജ്യവ്യാപകമായ ഏറ്റവും വലിയ ആഹ്ലാദ പ്രകടനം നടന്നു. ഇന്ദിരാഗാന്ധിയുടെ പ്രതിച്ഛായ വർദ്ധിച്ചു. യുദ്ധത്തിന് ശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്
ഏറ്റവും വലിയ വിജയം കൈവരിക്കാൻ സാധിച്ചു. അതുപോലെ പഞ്ചവത്സര പദ്ധതികൾക്ക് അതിൻ്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടു. ഈ ചാപ്റ്ററിൽ നമുക്ക് അവസാനമായി പഠിക്കാനുള്ളത് ഇന്ത്യയുടെ ആണവ നയം. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോട് ഇന്ത്യയുടെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ജവഹർലാൽ നെഹ്റു, അദ്ദേഹം ഒരു പുതിയ ആണവ നയം രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ഇന്ത്യയിൽ ആണവ നയം രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ പ്രധാനമന്ത്രിയും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. എന്നാൽ ഇന്ത്യൻ ആണവ പരിപാടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജെ ബാബ എന്ന സയൻറ്റിസ്റ്റ്, അന്നത്തെ ശാസ്ത്രജ്ഞനായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ആണവ പരിപാടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജെ ബാബ. അതുപോലെ തന്നെ ഇന്ത്യൻ ആണവ നയം രൂപീകരിക്കപ്പെട്ടത് ജവഹർലാൽ നെഹ്റു, അന്നത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി. അണ്വായുധ ശക്തികളും ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളുമായ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നിവയുടെ നേതൃത്വത്തിൽ ഏറ്റവും വലിയ കരാറായ ആണവ നിർവ്യാപന കരാർ ഏറ്റവും വിവേചനമാണെന്ന് തെളിയിക്കപ്പെടുകയുണ്ടായി ആ കാലഘട്ടത്തിൽ. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പഠിക്കുന്ന ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ് എന്ന ഭാഗത്ത് നമുക്ക് വളരെ വിശദമായിട്ട് ഈ അണ്വായുധ ശക്തികളെക്കുറിച്ചും അവർ അന്ന് രൂപീകരിക്കപ്പെട്ട പല നയങ്ങളെക്കുറിച്ചും വളരെ വിശദമായി പഠിക്കാനുണ്ട്. ആ സമയത്ത് നമുക്ക് വളരെ വിശദമായി പഠിക്കാം. ഇന്ത്യ ഒരുപക്ഷെ ആണവ നിർവ്യാപന കരാറിനോട് എതിരായിരുന്നു. കാരണം ഈ രാജ്യങ്ങളെല്ലാം ആണവ ശക്തികളായി മാറിയപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് അവർ ആണവശക്തിയാവാനുള്ള ആ അവസരം നിഷേധിച്ചു കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യ ആദ്യമായി ഒരു ആണവ പരീക്ഷ നടത്തുന്നു. ആ ആണവ പരീക്ഷ നടത്തിയ വർഷം 1974 മെയ് 18 ബുദ്ധൻ ചിരിക്കുന്നു എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തപ്പെട്ടു. 1974 മെയ് 18 ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയത്. അതിൻ്റെ രഹസ്യനാമമായിരുന്നു ബുദ്ധൻ ചിരിക്കുന്നു. അങ്ങനെ 1998 മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ രണ്ടാമത്തെ ആണവ പരീക്ഷണമായിരുന്നു ഓപ്പറേഷൻ ശക്തി. ഓപ്പറേഷൻ ശക്തി എന്ന പേരിലായിരുന്നു രണ്ടാമത്തെ ആണവ പരീക്ഷണം 1998, അതും പ്രത്യേകം ഓർമ്മിക്കണം. അപ്പോൾ ഇതെല്ലാം ഒരുപക്ഷെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ അന്ന് രൂപീകരിച്ച NPT, CTBT എന്ന ആണവ കരാറുകൾക്ക് വിരുദ്ധമായാണ് നടത്തുന്നതെങ്കിൽ പോലും മറ്റു രാജ്യങ്ങളോട് അല്ലെങ്കിൽ ആണവ ശക്തികളോട് മത്സരിക്കണമെങ്കിൽ ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള പരീക്ഷണം നടത്തുന്നതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ് ചെയ്തത്. ആണവ നയങ്ങൾ പ്രധാനമായും ഇന്ത്യയെ താഴെ പറയുന്ന കാര്യങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു ഒരു ആണവ നയമാണ് ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ ആണവ പരീക്ഷണം നടത്തുന്ന സമയത്ത് ഇന്ത്യക്ക് ഒരുപക്ഷെ അതിൽ പ്രധാനമായും താഴെ പറയുന്ന ഘടകങ്ങൾ ഊന്നിക്കൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. 1. ആണവ നിർവ്യാപനമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. 2. അണുവായുധങ്ങൾ ഇന്ത്യ ആദ്യം ഉപയോഗിക്കില്ല. അതുപോലെ അണുവായുധങ്ങൾ സ്വന്തമായി ഇല്ലാത്ത രാജ്യങ്ങൾക്കെതിരെ ഇന്ത്യ അണുവായുധങ്ങൾ ഉപയോഗിക്കില്ല. 4. അണുവായുധങ്ങളില്ലാത്ത ലോകം കെട്ടിപ്പടുക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.